തുളസി, നാണല്ലോ. അല്ല, നാണം മറയ്ക്കാൻ വേറൊരു ഷർട്ട് വേണ്ടേ? ഒരു ഷർട്ട് കൊണ്ടാണ് വണ്ടി ഓടുന്നത്. അടുത്ത ആഴ്ച ഇന്റർവ്യൂവിന് പോകാൻ നിന്റെ ചേട്ടനോട് ഷർട്ട് ചോദിക്കണമെന്ന് വിചാരിക്കാം. അതല്ല പറഞ്ഞത്. പിന്നെ ഒന്നുമില്ല. ഇനി ആ പൂതി അങ്ങോട്ട് മാറ്റി വെച്ചോ. എന്ത് പൂതി? എന്നെ കെട്ടാനുള്ള പൂതി. ഓ, എന്തൊരു പൂതിയാ നിന്നെ കെട്ടാൻ. നിന്നെ കെട്ടിയ നിനക്ക് ഞാൻ ചെലവിന് തരണ്ടേ? ഏതെങ്കിലും ജോലിയുള്ള പെണ്ണ് എന്നെ കെട്ടി എനിക്ക് ചെലവിന് തരുമെന്ന് നോക്കട്ടെ. തരും. എന്തേ? ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഒരാണിന് 3 പെണ്ണെന്നാ കണക്ക്. സുമുഖനും സുന്ദരനും വിദ്യാസമ്പന്നനുമായ നായർ യുവാവിന് വയസ്സ് 28. ഏതെങ്കിലും ഡോക്ടറോ എഞ്ചിനീയറോ ലെക്ചറോ വന്നൂടെ? അവരെന്നെ പൊന്നുപോലെ നോക്കും. നോക്കും നോക്കും. ഇങ്ങനെ രാത്രി വേലിയായിട്ട് നടക്കുന്നവർക്ക് പെണ്ണ് തരും. അത് പിന്നെ വേലിയാടിയത് നിന്റെ കണ്ണേട്ടിന് വേണ്ടിയാ. എന്റെ കണ്ണേട്ടിന് വേണ്ടി നിങ്ങൾ എന്തിനാ വേലിയാടിയത്? ഓ, എന്റെ കണ്ണേട്ടൻ എന്നെ കൊണ്ടൊന്നും പറയരുത്. കെട്ടിക്കൊണ്ട് വന്ന പെണ്ണിന് വേണ്ടി ജീവൻ വരെ കളയുന്നവനാ കണ്ണേട്ടൻ. നിങ്ങളെ പോലെയല്ല. ഇത്രയൊക്കെ ആയിട്ട് കണ്ണേട്ടൻ ചേച്ചി വിളിച്ചോണ്ട് വരാൻ പോവാ. സത്യമാണോ? ഞാൻ എന്തിനാ നുണ പറയുന്നത്? ഉണങ്ങിയിട്ടില്ലെങ്കിലും സാരമില്ല. ഇവനെന്ന് ഞാൻ വഴിന്ന് മാറും. കൊണ്ടാടത്തിന് ബ്രേക്കുമില്ല. ഗോവിന്ദേട്ടാ, ഒന്ന് ഓടി വന്നേ. എന്താ വേഗം പോയി ഷർട്ട് ഇട്ടു വന്നേ. അവള് വീട് തന്നെ ഏൽപ്പിച്ചിട്ട് അടുത്ത വീട്ടിൽ ലെക്ചറിന് പോയിരിക്കും. സംഗതി ആകെ കുഴപ്പമാകും. വേഗം പോയി ഷർട്ട് ഇട്ടോണ്ട് വാ. അതിപ്പോ പോയി ഷർട്ട് ഇട്ടു പാടോ. നിങ്ങൾ എങ്ങോട്ടാ? പാർലമെന്റിലേക്ക്. വീട്ടിൽ പോടി. അരി വന്നു. ഇപ്പൊ പോയാ ചോറുണ്ണാം, ഇല്ലേ വാൾ പോസ്റ്റർ ഒട്ടിക്കാം. എങ്ങോട്ടാന്ന് അറിയില്ല. എപ്പ വരും? ഇത് വല്ല കളിങ്കിലോ മരത്തിലോ ഇടിച്ച് നിക്കണം. ഭാഗ്യം ഉണ്ടെങ്കിൽ വരാം. വീട്ടിൽ പോടി. ദാ പോണ് കണ്ണൻ. എടാ കണ്ണാ, ബ്രേക്കില്ല ബ്രേക്കില്ല. പിന്നെ എന്ത് ചെയ്യും? അവന്റെ ചന്തി കൊണ്ട് ഇടിച്ചേർത്ത്. നീ എങ്ങോട്ടാ പോണേ? പറയാൻ മനസ്സില്ല. ഇനി നിങ്ങളുമായിട്ട് ഒരു കൂട്ടുമില്ല. എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. സുല്ല് പറയല്ലേ കണ്ണ. നിന്നെ പുല്ലാക്കിയത് അവളാ, ഞങ്ങളല്ല. എല്ലാരെയും എനിക്കറിയാം. കൂടെ നിന്ന് കുഴി തോണ്ടുന്നവരാ നിങ്ങൾ. ഇനി എന്നെ ഉപദേശിക്കണ്ട. എടാ, നിന്റെ അഭ്യുദയകാംക്ഷികളാണ് ഞങ്ങൾ. അങ്ങനെ ആരും എനിക്ക് വേണ്ടി ഇപ്പൊ കാഷ്ടിക്കണ്ട. എടാ, 1ാം ക്ലാസ് മുതൽ ഒരു ബെഞ്ചിൽ ഒരുമിച്ചിരുന്ന് പഠിച്ചവരാണ് നമ്മൾ. ആ സ്നേഹം നിനക്കുണ്ടായിരുന്നെങ്കിൽ വേണ്ട, ഞാനൊന്നും പറയുന്നില്ല. എന്നെ വിട്ടേക്ക്. കണ്ണാ, എന്തിനും വേണ്ടത് ക്ഷമയാണ്. ഇപ്പൊ നീ ഓടിച്ചടി അങ്ങോട്ട് ചെല്ലരുത്, വഷളാകും. അത് ഞാൻ സഹിച്ചോളാം. ഇനിയെങ്കിലും എന്നെ ഉപദ്രവിക്കാതെ വിട്ടാ മതി. എടാ, അതിന് ഞങ്ങൾ നിന്നോട് എന്ത് ചെയ്യുന്ന പറ. നിങ്ങൾക്കറിയില്ലേ, നിനക്ക് വേണ്ടി ഞങ്ങൾ ജീവിക്കുന്നത് തന്നെ. എന്തിനാ ഗോവിന്ദേട്ടാ നുണ പറയുന്നത്? എത്ര വഴക്കുണ്ടായാലും ഒരു ദിവസമെങ്കിലും കമല ചേച്ചിയെ കാണാതെ ഗോവിന്ദേട്ടന് കഴിയാൻ പറ്റുമോ? കാരണം ഞാൻ പറയുന്നു. നിന്റെ കാര്യം എനിക്കറിയാം. ഞാൻ ആശുപത്രി കിടന്നപ്പോ തുളസിക്ക് പറയത്തക്ക ദുഃഖമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ നിനക്ക് പരിക്ക് പറ്റിയപ്പോ അവൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. നിനക്ക് വല്ലാതെ ഫീൽ ചെയ്തു. നീ രാധികയെ മറക്കണമെന്നൊന്നും ഞങ്ങൾ പറയില്ല. പക്ഷെ ഇപ്പൊ നീ അങ്ങോട്ട് ഓടിച്ചെന്നാ അവര് നിന്നെ വകവെക്കില്ല. വെക്കണ്ട. ബസ് വന്നു, ഞാൻ പോട്ടെ. അയ്യോ അയ്യോ രാമനായര്, നമ്മളിനി എന്ത് ചെയ്യും? ഒന്നും ചെയ്യാൻ സമയമില്ല, ഓടിക്കോ. ഇല്ലാത്ത കാശ് ഉണ്ടാക്കി എന്റെ വാക്ക് വിശ്വസിച്ചിട്ടാണ് ഞാൻ ഇതിനെ പൊരുകിയത്. അവസാനം എന്നെ നശിച്ച് നാരായണക്കല്ല് ഞങ്ങൾ എന്റെ അടുത്ത് കണക്ക് പറഞ്ഞ് കാശ് വേണ്ടിയില്ല. എന്റെ പേര് രാമൻ നായരനല്ല. ഈ നാട്ടില് കോടതി നിയമമൊക്കെ ഉണ്ട് കേട്ടോ. വിവാഹബന്ധം വേർപെടുത്തുക എന്നുള്ളത് ലാസ്റ്റ് റിസോർട്ടാണ്. മാത്രമല്ല, കല്യാണം കഴിഞ്ഞിട്ട് മാസങ്ങളെ ആയുള്ളൂ. സ്റ്റാൻഡ് ചെയ്യും തോന്നുന്നില്ല. അഡ്വക്കേറ്റിന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. രണ്ടുപേരും 2 ധ്രുവങ്ങളിലാണ്. ഡിഫറെന്റ് കൾച്ചർ, ഡിഫറെന്റ് സ്റ്റാറ്റസ്. ഒക്കെ ശരിയായിരിക്കും. പക്ഷെ ഡൈവേഴ്സിന് ഇതൊന്നും മതിയായ കാരണങ്ങളേ അല്ല. സാറ് തന്നെ ഒരു വഴി കണ്ടെത്തണം. ഷീ ഈസ് വെരി മച്ച് വറീഡ്. ഇനിയും നീട്ടിക്കൊണ്ടുപോയാൽ. ശരി, ഒരു കാര്യം ചെയ്യാം. ലീഗൽ സെപ്പറേഷന് നോട്ടീസ് തയ്യാറാക്കാം. കുട്ടി വിഷമിക്കണ്ട. ഇതൊക്കെ ജീവിതത്തിൽ ഓരോ പരീക്ഷണങ്ങളാ. ഫേസ് ചെയ്യണം. ധൈര്യമായിട്ട് പോകും. ലെറ്റ്സ് ട്രൈ.
ഹലോ. എന്താ മോളെ, 4 മണിയായില്ലേ? നിങ്ങൾ വരുമെന്ന് വിചാരിച്ച അച്ഛൻ എവിടെയും പോവാതെ കാത്തിരിക്കുക. അച്ഛാ, ഉടനെ വന്നേക്കാം. രാകേഷ് ഇതുവരെ എത്തിയിട്ടില്ല. പതിവ് പോലെ അച്ഛൻ നോക്കിയിരിക്കും, നിങ്ങൾ വരില്ല. ഇന്ന് എങ്ങനെ എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ, ദേ എത്തിട്ടോ. വാടും. മിസ്റ്റർ അലക്സ്, മൈ ഫ്രണ്ട്. ഹലോ സുധ. ആ, താനിരിക്കാൻ ഞാനിപ്പോ. ഓക്കെ. ആ, പുള്ളി ഒരു ബിസിനസ് ട്രാൻസാക്ഷൻ പറ്റി സംസാരിക്കാൻ വന്നതാ. ആ, പിന്നെ ഫ്രൈ ഐറ്റം വല്ലതും ഉണ്ടെങ്കിൽ എടുത്തോ, വേഗം വേണം. Fantastic, fantastic, Rakesh. Your tie is superb, I say. One for the road. Oh no, Come on, no, no, no. Come on. No, Rakesh. Come on. അപ്പൊ ഞാൻ ഇറങ്ങുന്നു. ഓ. എല്ലാം പറഞ്ഞതുപോലെ Okay. ജനുവരി 10th മുമ്പ് അഗ്രിമെന്റ് സൈൻ ചെയ്യും. Oh, thanks a lot. ഓക്കെ. സുധേ. വിളിക്കണ്ട, ഉറങ്ങി കാണും. ഗുഡ് നൈറ്റ്. Good night, good night. See you. Bye. Keep your manners. He is my guest. അയാൾ ഇറങ്ങുമ്പോൾ അവിടെ വന്നാലെന്താ? അഡ്വക്കേറ്റ് ചന്ദ്രശേഖര മേനോന്റെ മകളുടെ അഭിമാനം ഇടിഞ്ഞു പോകും. 4 മണി മുതൽ ഞാൻ കാത്തിരിക്കാണെന്ന് രാകേഷിന് അറിയാലോ. ഇങ്ങനെയായിരുന്നു ഈ വരുന്ന കാര്യം ഞാൻ അച്ഛനോട് പറയില്ലായിരുന്നു. അച്ഛൻ അറിയാൻ ഞാൻ ബിസിയാണെന്ന്. രാകേഷിന് ബന്ധങ്ങളുടെ വില അറിയില്ല. ഞങ്ങൾ ഇങ്ങനെയൊന്നും അല്ല വളർന്നത്. നിന്റെ ഈ ചീപ്പ് സെന്റിമെന്റ്സ് കള. കമ്പ്യൂട്ടർ സയൻസിൽ 1ാം റാങ്കിൽ പാസ്സായ ഞാൻ ഭാര്യയിൽ നിന്നും അല്ല പ്രതീക്ഷിക്കുന്നത്. രാകേഷിനോട് സംസാരിക്കാനുള്ള പാണ്ഡിത്യമൊന്നും എനിക്കില്ല. എന്തു പറഞ്ഞാലും അവസാനം ഒരു കീഴടങ്ങൽ. പിന്നെ ഈ കരച്ചിലും പിടിച്ചിലും കൊണ്ട് കാര്യമൊന്നുമില്ല. ബി പ്രാക്ടിക്കൽ. ഞാൻ ഒരിക്കലും തിരിഞ്ഞു നോക്കാറില്ല. ഉയരങ്ങൾ മാത്രമായിരുന്നു എന്റെ ലക്ഷ്യം. ഇന്നേ വരെ അത് പിഴച്ചിട്ടുമില്ല. ഇനി നീ അതിനൊരു തടസ്സമാവുമെങ്കിൽ എനിക്കതൊരു പ്രശ്നമല്ല. മനസ്സിലായല്ലോ? ഈ ജീവിതം എനിക്കെന്തിനു തന്നു ആണ്ടിവടിവോനേ. ഓ, പളനിയപ്പാ, ഞാൻ എന്ത് ചെയ്യപ്പാ? രക്ഷപ്പെട്ടല്ലോ, ഞാൻ രക്ഷപ്പെട്ടില്ല. രാമൻ നായരോ, നീ ഒരുപാട് വെള്ളം കുടിക്കൂല്ലേ? ആ ഇല്ല, എന്തേ? കുറെ നേരം അങ്ങനെ ഒഴിക്കരുത്. ഈ വയസ്സുകാലത്ത് എന്നെ തോടിക്കരുത്. എന്റെ പൊന്ന് രാമൻ നായരെ, ഞാൻ ഇതിൽ ആളല്ല. എന്നെ എന്തിനാ വെറുതെ? നിനക്ക് അങ്ങനെ ഒഴിയാൻ പറ്റില്ലല്ലോ. നീയും എന്റെ കൂടെ വാ. നിന്നെ കൊല്ലൊന്നുമില്ല. ഇതെന്താ, പടിയാണോ? സൂക്ഷിച്ചിറങ്ങണേ. ഓ, അയ്യോ, തലടിച്ചോ? ഇടിച്ചു. എന്റെ അമ്മേ. അയ്യോ, ഇവിടെ ഇടിച്ചോ? വീണ്ടും ഇടിച്ചു. ഇന്ന് മൊത്തം ഇടിയാണല്ലോ. ഇടി വാരവാ. ഇവിടെ ഇനി ഇടിയപ്പോ കാണൂ. ഗോവിന്ദനിരിക്കെ. എന്താ കഴിക്കാൻ വേണ്ട ഗോവിന്ദ? എന്റെ ദൈവമേ, ഇയാൾക്ക് ഭ്രാന്ത് പിടിച്ചോ? ധൈര്യമായിട്ട് പറഞ്ഞോളൂ. എനിക്കൊന്നും വേണ്ട, എനിക്ക് ഓഫീസിൽ പോകാൻ സമയമായി. അങ്ങനെ പോവാൻ പറ്റേ? ബിരിയാണി. ഗുരുവായൂരപ്പ, ഞാൻ കാരണമല്ലേ ഇതെല്ലാം. ആ പാപം എനിക്കല്ലേ. തന്നെ ആരും കുറ്റം പറയില്ല. മനുഷ്യനല്ലേ, അബദ്ധം പറ്റും. ഇപ്പൊ ഇവിടെ എന്താ ഉണ്ടായത്? ഇത്രയ്ക്ക് എന്റെ മകളും കണ്ണനായിട്ടുള്ള വിവാഹം ഉറപ്പിച്ചു. അവരൊരു അബദ്ധം പറ്റി, ഇത്രയല്ലേ ഉള്ളൂ. നിനക്ക് ഓർമ്മയില്ല ഗോവിന്ദ, ഈ കണ്ണന്റെ വിവാഹം ഉറപ്പിക്കാൻ നിശ്ചയിച്ചത് ഇതേ ഹോട്ടലിൽ, ഇതേ ടേബിളിൽ, ഇതേ ബിരിയാണി ഓർഡർ ചെയ്തോണ്ടാ. നിനക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല ഗോവിന്ദ. അത്രമാത്രം ആത്മബന്ധമാണ് നമ്മൾ തമ്മില്. ഈ കടുങ്കൈ ഞാൻ ചെയ്തല്ലോ. 10,000 രൂപ. ആ 10,000 തിരിച്ചു തരാൻ ആരാ പറഞ്ഞത്? എന്റെ മോളെ കെട്ടിച്ച സ്ത്രീധനായിട്ട് തന്നതല്ലേ. ഒക്കെ കലങ്ങി തെളിഞ്ഞു എന്ന് വിചാരിച്ചാൽ മതി ഗോവിന്ദ. ഇനി കാര്യങ്ങൾ പറയാലോ. ആ പെണ്ണ് ബന്ധം ഒഴിയാൻ കേസ് കൊടുക്കുക അത്രേ. രാമൻ നായർ ഇതെങ്ങനെ അറിഞ്ഞു? വക്കീലിന്റെ അടുത്ത് നിന്നാണ് രാമനായർ വരുന്നത്. കണ്ണനിത് അറിഞ്ഞോ? അറിഞ്ഞാൽ എന്തൊരക്കാടോ. ഒരു ബന്ധം മുറിഞ്ഞാൽ മറ്റൊരു ബന്ധം ഏറ്റുകൂട്ടണം. കഴിഞ്ഞതൊക്കെ മറക്കുക.
എന്നിട്ട് നമ്മൾ നിശ്ചയിച്ച പോലെ കണ്ണനെ കൊണ്ട് എന്റെ മോളെ കെട്ടിക്കാം. അത് നടക്കുവോ? നടക്കണം. പിന്നെ താൻ ഏത് മൂട്ടിലെ മധ്യസ്ഥനാടോ? എണ്ണി വാങ്ങിയില്ലേ 10,000 റുപ്യ? ശരിയാ, കണ്ണനും ഇതാണ് നല്ലതെന്ന് തോന്നുന്നു. പിന്നെ ഒരു കാര്യം, അമ്പലത്തിൽ വെച്ചുള്ള കളി ഇനി വേണ്ട, എന്റെ വീട്ടിൽ വെച്ച് മതി. അതും എന്റെ മോൻ വരുന്നതിന് മുമ്പ് നടക്കണം. മോൻ അറിയാലോ. പിന്നെ ഏറ്റ് രാമനായരെ. ആ അല്ല പിന്നെ എന്താ വിളിച്ചു നോക്കണേ? ഒന്നുമില്ല. കഴിക്കൂ. മുട്ട കിട്ടി, ബാക്കിയെല്ലാം പോയി. എന്ത് ധൈര്യത്തിലാ ഗോവിന്ദേട്ടൻ ഏറ്റത്? രാധിക എന്ന തങ്ക വിഗ്രഹത്തെ അവൻ മനസ്സിൽ പ്രതിഷ്ഠിച്ചിരിക്കുകയല്ലേ, അത് അത്ര പെട്ടെന്ന് ഇളക്കി മാറ്റാൻ പറ്റൂ? പ്രതിഷ്ഠ താനെ ഇളകിപ്പോയതല്ലേ. രാമൻ നായർ വലിയ പ്രതീക്ഷയില്ല. അയാളുടെ കാര്യം ആലോചിക്കുമ്പോ കഷ്ടം തോന്നുന്നു. അപ്പൊ കണ്ണനെ പറഞ്ഞു മനസ്സിലാക്കുന്ന കാര്യം ആലോചിക്കുമ്പോഴോ? നീ കുറെ നേരമായല്ലോ വെള്ളത്തിൽ തപസരിക്കാൻ തുടങ്ങിയിട്ട്. കരയിലോട്ട് കയറ്റ്. ആ ലുങ്കി ഉണങ്ങാതെ ഒരു രക്ഷയില്ല ഗോവിന്ദേട്ടാ. അയ്യോ. ലുങ്കി അലക്കണ ദിവസം ഷർട്ട് അലക്കാൻ പറ്റില്ല, രണ്ടും കൂടി അലക്കാൻ മുതലാവേ ഇല്ല. ഒരു കഷ്ണം 501 സോപ്പ് കൊണ്ടാണ് ഞാൻ ഒരു മാസം കഴിച്ചു കൂട്ടുന്നത്. എന്നാണ് അതിന്റെ ദാരിദ്ര്യം തീരുക? ശരിയാ, ഞാനൊരു ദരിദ്രവാസിയല്ലേ ഗോവിന്ദേട്ടാ. ഈ വെള്ളത്തിന് ഈ പച്ചനിറം ഇല്ലെങ്കിൽ ഇതിന്റെ ആഴം അറിയും. അതുപോലെ ഈ കളിയും ചിരിയും തമാശയൊന്നും ഇല്ലെങ്കിൽ എന്റെ എന്റെ ഹരി, എടാ, ഹരി. അമ്മ, അമ്മയും തുളസി അമ്പലത്തിൽ പോയി. ഞാൻ ചെയ്തത് തെറ്റാണെന്ന് തോന്നി. അച്ഛൻ ഒരുപാട് വഴക്ക് പറഞ്ഞു. എന്നോട് ക്ഷമിക്കണം. അല്ല, ഞാനാണ് തെറ്റ് ചെയ്തത്. തന്നോട് ആ ഫോം കൊണ്ടുവരാൻ പറഞ്ഞിട്ട് എവിടെ പോയി കിടക്കോളൂ? എനിക്ക് തിരിച്ചു തരാനല്ല പറഞ്ഞത്, ടൈപ്പ് ചെയ്യാൻ കൊടുക്കാൻ. സോറി സാർ, തന്നെ കൊണ്ടൊക്കെ തോറ്റു. ടൈപ്പ് ചെയ്യാൻ എന്താ കണ്ണ ഇങ്ങനെ? ഭാര്യയുടെ പിണക്കം തീർന്നില്ലേ? 3 കോപ്പി വേഗം വേണമെന്ന് പറഞ്ഞു. ഓരോരുത്തർ പറയണത് കേട്ട് ഭാര്യയോട് പിണങ്ങരുത്. മനസമാധാനം ഉണ്ടാവില്ല രണ്ടുപേർക്കും. കണ്ണൻ ചെന്ന് വിളിച്ച രാധിക വരും. വന്നില്ലെങ്കിലോ? സംസാരിച്ചു നോക്കണം. നേരിട്ട് സംസാരിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ടെലിഫോണിൽ. ബെസ്റ്റ് ഐഡിയ. നിനക്ക് ടെലിഫോണിൽ സംസാരിക്കണം അല്ലേ? വാ, ഞാൻ വിളിച്ചു തരാം. വാളോ. ഒരു കിളിനാദം. ഹലോ, രാധികയുണ്ടോ? മനസ്സിലായില്ലേ? ഒന്ന് ഓർത്തു നോക്കൂ. കൊച്ചു കള്ളി, എനിക്കറിഞ്ഞുകൂടെ? പാർക്കിൽ വെച്ച് കണ്ടപ്പോൾ എന്തൊക്കെയാ പറഞ്ഞത്? ഇപ്പോഴും മനസ്സിലായില്ലേ? രാധിക സ്വല്പം ചൂടില്ല. ഹലോ രാധിക, ഞാനായത് ഇപ്പൊ സംസാരിച്ചത് സുഗതനാ. അവൻ സ്ത്രീ ശബ്ദത്തിൽ സംസാരിച്ചതാ. അവൻ ഇങ്ങനെ ഒരു അസുഖമുണ്ട്. ഞാൻ ഭർത്താവ് കണ്ണൻ. ഭർത്താവാണ് പോലും. നിങ്ങൾ അവൾക്ക് കുറച്ച് സൗകര്യം കൊടുക്കും മനുഷ്യ. നിങ്ങളുടെ ശല്യം സഹിക്ക് വയ്യാതാ അവൾ ഓടിപ്പോന്നത്. ഇവിടെയും താൻ അവൾക്ക് സമാധാനം കൊടുക്കില്ലേ? വെക്കണ ഫോൺ. എന്റെ കക്ഷിയും താങ്കളുമായിട്ടുള്ള വിവാഹം ഹിന്ദു മതാചാര പ്രകാരം നടന്നിട്ടുള്ളതും വിവാഹത്തിനു ശേഷം 2 മാസക്കാലം എന്റെ കക്ഷി താങ്കളുടെ ഭാര്യയായി താമസിച്ചിട്ടുള്ളതുമാണ്. എന്നാൽ വിവാഹത്തിന്റെ അന്നു മുതൽ തന്നെ താങ്കൾ തികഞ്ഞ മദ്യപാനിയാണെന്ന് എന്റെ കക്ഷിക്ക് ബോധ്യമായി. അയ്യോ, അത് സത്യമല്ല. നീ മിണ്ടാതിരിക്കെ. എങ്ങനെയാ നോട്ടീസ് അയക്കേണ്ടത് അഡ്വക്കേറ്റിന് അറിയാം. സോറി സർ. കൂടാതെ താങ്കൾ മദ്യപിച്ച് മതോന്മത്തനായി എല്ലാ ദിവസവും എന്റെ കക്ഷിയെ നിഷ്ഠൂരമായി ദേഹോപദ്രവം ഏൽപ്പിക്കുകയും ഒരിക്കലും സംഭവിക്കാത്താണിത്. ക്രൂവലാണ്. അയാൾ എന്നെ ഉപദ്രവിച്ചിട്ടേ ഇല്ല. പിന്നെ എങ്ങനെ എഴുതേണ്ടത്? അയാൾ നല്ലവനായിരുന്നു, എന്റെ കക്ഷിയെ വളരെയധികം സ്നേഹിച്ചിരുന്നു എന്നായാലോ? സാർ, ഇവള് വിവരമില്ലാതെ പറയുകയാണ്. ഈ ഡൈവേഴ്സിനെ എന്തെങ്കിലും കോൺക്രീറ്റ് ആയ റീസൺ വേണം. നിശ്ചയിച്ചിരുന്ന കല്യാണം അല്ലല്ലോ. താലി കെട്ടിക്കഴിഞ്ഞ് 2 മാസം ഒരാളുടെ കൂടെ താമസിച്ചിട്ട് ഭർത്താവല്ലാന്ന് പറഞ്ഞ കോടതി സമ്മതിക്കോ? അതല്ല സർ. പിന്നെ ഒന്നുകിൽ ഞാൻ പറയുന്നത് കേൾക്കുക, അതല്ലെങ്കിൽ
കുട്ടി, ഈ ഡൈവേഴ്സ് എന്ന് പറയുന്ന അത്ര എളുപ്പമൊന്നുമല്ല. രാധികെ, ഇതൊക്കെ കോടതി ഭാഷയാ. എന്താ രാധികയ്ക്ക് ഡൈവോഴ്സ് വേണമെന്നുണ്ടോ? അതോ ഡൈവോഴ്സ് ആവശ്യമാ. പക്ഷേ എന്നാ വായിക്കുന്നു കേട്ടോളൂ. താങ്കളുടെ അമ്മയും സഹോദരിയും ചേർന്ന് എന്റെ കക്ഷിയെ ഈ 2 മാസക്കാലം വാക്കാലും പ്രവൃത്തിയാലും പീഡിപ്പിച്ചിരുന്നതായി എന്റെ കക്ഷി ആരോപിക്കുന്നു. വേണ്ട സർ, ഇങ്ങനെ ഒരു കെട്ടിച്ചമച്ച കേസ് വേണ്ട. വേണ്ട, ഞാൻ നിർബന്ധിച്ചില്ലല്ലോ. പിന്നെ എന്താ നിന്റെ ഭാവം? വേറെ ഒരു വഴിയില്ലേ സർ? ഉണ്ട്, മ്യൂച്വൽ അഗ്രിമെന്റ്. 2 പേരും സമ്മതിച്ച സംഗതി എളുപ്പമായി. അതാ ഞാൻ മാധവൻകുട്ടിയോട് നേരത്തെ പറഞ്ഞത്. എന്റെ അഭിപ്രായത്തിൽ അതാ നല്ലതും. എന്തു പറയുന്നു? അതിനവൻ സമ്മതിച്ചില്ലെങ്കിലോ? എന്നാ വേറെ വഴിയൊന്നുമില്ല. ഏതായാലും ഇങ്ങനെ ഒരു നോട്ടീസ് അയക്കണ്ട. ഡോ മാധവൻകുട്ടി, നമുക്കിവിടെ അവസാനിപ്പിച്ചാലോ? വേറെ വഴിയില്ലെങ്കിൽ മ്യൂച്വൽ അഗ്രിമെന്റ് ആവാം. അവനെ ഞാൻ കൊണ്ടുവരാം. വലിയ കൊലാവലൊന്നും വേണ്ട. ദാ ഇവിടെ എങ്ങനെ ഒരു പന്തല്. ഒന്നിങ്ങോട്ട് വരുമോ? ദേ പെണ്ണുങ്ങൾ വിളി തുടങ്ങി. ഒരു കാര്യം ചെയ്യാൻ സമ്മതിക്കില്ല എന്ന് വെച്ചാൽ അല്ല, എന്തിനാ പന്തല്? നിന്റെ 16 അടിയന്തരം കഴിക്കാൻ മിണ്ടാണ്ടിരുന്നു അവിടെ. എങ്ങനെയൊക്കെ ആ കാര്യങ്ങളൊന്ന് അടുപ്പിച്ചുകൊണ്ടിരാന്ന് വിചാരിക്കുമ്പോഴാ. ചിന്ന ആ തൊടി പോയി കഴുകു മുറിച്ചോ. പോയിക്കോ. ശരി. പോയിക്കോ. ഓല പറഞ്ഞത് അവിടെ തന്നെ കാണും കേട്ടോ. പുതിയ വല്ല ആലോചനയുണ്ടോ? അതേടി, ഞാൻ ഒന്നുകൂടെ കെട്ടാൻ പോവാ. ദേ ഒരു സംഗതി രഹസ്യമായിട്ട് സൂക്ഷിക്കാൻ സമ്മതിക്കില്ല. ഈ മുറ്റത്തൊരു പന്തലിടുന്നു തോന്നി ഇടുന്നു, അത്ര തന്നെ. പറയില്ല, പ്രത്യേകിച്ച് പെണ്ണുങ്ങളെടുത്ത് ഇനി പറയില്ല. മതിയായി. എന്തിനാ കമുക മുറിക്കണേ? പന്തല് കെട്ടാൻ ശ്രീധരൻ വരുന്നതിന് മുമ്പ് കല്യാണം നടത്തണം. എന്നോട് പറഞ്ഞൂടെ ആരാ ചെക്കനെന്ന്? പെണ്ണുങ്ങളോട് പറയില്ല. എന്താ നിങ്ങൾ ഈ പറയണത്? ഞാൻ അറിയാതെ മോളുടെ കല്യാണം നടക്കേ? നീ അറിഞ്ഞു എന്ന് വെച്ചാ ഈ ഭൂമി മലയാളം മുഴുവൻ അറിഞ്ഞു എന്നർത്ഥം. കണ്ണൻ തന്നെയാണ് അവളെ കെട്ടാൻ പോകണമെന്ന് ഞാൻ എന്നോട് പറയേ. എന്നിട്ട് വേണം നാളെ മുതൽ ആൾക്കാർ ജാഥായിട്ട് ഇങ്ങോട്ട് വരാൻ. എന്ത്? കല്യാണം കഴിഞ്ഞ കണ്ണനോ? അതെ, അവൻ തന്നെ. അവർ ബന്ധം വേർപെടുത്താ ഒക്കെ ഞാൻ ഒപ്പിച്ചു വെച്ച്. ഭഗവാനെ, പറയണ്ടെന്ന് വിചാരിച്ചതൊക്കെ പറഞ്ഞു പോയല്ലോ. ഈശ്വര, വിവരമുണ്ടോ നിങ്ങക്ക്? എന്തേ ഇതാണ് എന്നോട് പറയണ്ടെന്ന് വെച്ചേ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയാ കൊന്നു കളിയും ഞാൻ. മനുഷ്യനൊരു അഭ്യാസം നടത്തി നോക്കാം, എങ്ങനെങ്കിലും ആ പെണ്ണിനെ ഒന്ന് ഇറക്കി വിടാൻ പറ്റുമെന്ന്. അപ്പോഴാണ് അവളൊരു അയ്യോ, അതല്ല പറഞ്ഞത്. പിന്നെ ഏതാ? അവനാ കെട്ടണെങ്കിലേ പന്തലും മറ്റും ഇട്ട് നാട്ടുകാരെ അറിയിക്കണം. ദേശാഫീസിൽ കഴിച്ചാ പോരെ? താലി കെട്ടൊഴിച്ച് എല്ലാം കഴിഞ്ഞല്ലേ ഗുരുവായൂർ വെച്ച്? ശരിയാണല്ലോ. പെണ്ണുങ്ങൾക്ക് വിവരില്ലെന്ന് ആരാ പറഞ്ഞേ? ഇതാണ് പറഞ്ഞേ, ഭാര്യയുടെ അടുത്ത് ആലോചിച്ചിട്ടേ എന്തും ചെയ്യാവൂന്ന്. കൊടുകൈ മോനെ, ചിന്ന വെട്ടല്ലേ കൗങ്ങി. ചിന്ന, അയ്യോ ചതിച്ചല്ലടാ ചിന്ന.